പ്രതിപക്ഷ പാർട്ടികളെല്ലാം വിരൽ ചൂണ്ടുന്നത് നരേന്ദ്രമോദിയിലേക്കാണ്. പലപ്പോഴും മോദിയെ കടന്നാക്രമിച്ചുകൊണ്ടാണ് എല്ലാ നേതാക്കന്മാരും എത്താറ്. ഇപ്പോഴിതാ മോദിക്ക് കണക്കിന് കൊടുത്ത് രംഗത്ത് വന്നിരിക്കുകയാണ് RJD നേതാവും മുൻ ബീഹാർ മുഖ്യമന്ത്രിയുമായ ലാലു പ്രസാദ് യാദവ്. അമ്മയുടെ വിയോഗത്തിന് ശേഷം തലയും താടിയും വടിക്കാത്ത മോദി ഹിന്ദുവല്ലെന്നാണ് ലാലു പ്രസാദ് യാദവ് തുറന്നടിച്ചിരിക്കുന്നത്. നരേന്ദ്രമോദി ഇന്ത്യയിൽ വിദ്വേഷം പ്രചരിപ്പിക്കുകയാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ബീഹാർ ഒരുപാട് മഹത് വ്യക്തികളെ നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബീഹാറിലെ ജനക്പൂരിൽ ദശരഥൻ രാജാവിന്റെ മകൻ ശ്രീരാമൻ വിവാഹിതനായി. ബീഹാറിൽ ധീരനായ നിരവധി പുരുഷന്മാർ ജനിച്ചു. ഗാന്ധി മൈതാനത്ത് നിരവധി തവണ രാജ്യത്തുടനീളമുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ചകൾ നടത്തി. ബീഹാറിൽ എന്ത് തീരുമാനമെടുത്താലും അത് രാജ്യത്തുടനീളമുള്ള ജനങ്ങൾ പിന്തുടരുമെന്നും പാട്നയിലെ ഗാന്ധി മൈതാനിയിൽ RJD സംഘടിപ്പിച്ച ജൻവിശ്വാസ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ RJD നേതാവ് മോദിക്ക് നേരെ തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞു. മോദിയെ കടന്നാക്രമിച്ച് തേജസ്വി യാദവും രംഗത്തെത്തി. മോദിജി നുണകളുടെ ഫാക്ടറിയാണെന്ന് ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 40-ൽ 39 സീറ്റും ഉണ്ടായിരുന്നു. അവരുടെ ജില്ലകളിൽ എന്ത് ജോലിയാണ് ചെയ്തതെന്ന് അവരുടെ MP-മാരോട് ചോദിക്കൂ എന്ന് തേജസ്വി യാദവ് പറയുന്നുണ്ട്. അതേസമയം സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട 73% ജനങ്ങളെയും കേന്ദ്രം അവഗണിക്കുകയാണ് എന്ന് രാഹുൽ ഗാന്ധിയും കുറ്റപ്പെടുത്തി. BJP ആളുകൾക്കിടയിൽ വിദ്വേഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നും എന്നാൽ തങ്ങൾ വിദ്വേഷത്തിന്റെ വിപണിയിൽ സ്നേഹമാണ് വിൽക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ കർഷകരോടും യുവാക്കളോടും അധസ്ഥിതരോടും അനീതിയാണ് നടക്കുന്നതെന്നും രാഹുൽ ആരോപിച്ചു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ബ്ലോക്ക് പരമാവധി സീറ്റുകൾ നേടുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും പറഞ്ഞു. ED, CBI, ആദായ നികുതി വകുപ്പ് തുടങ്ങിയ കേന്ദ്ര ഏജൻസികളെ തങ്ങൾക്കെതിരെ ദുരുപയോഗം ചെയ്യുന്നതിനെ പ്രതിപക്ഷ നേതാക്കൾ ഭയപ്പെടുന്നില്ലെന്നും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. രാജ്യത്തിന്റെ അഭിവൃദ്ധിക്കും ഭരണഘടന സംരക്ഷിക്കുന്നതിനും മോദി സർക്കാരിനെതിരെ വോട്ട് ചെയ്യണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UP മുൻ മുഖ്യമന്ത്രിയും സമാജ്വാദി പാർട്ടി നേതാവുമായ അഖിലേഷ് യാദവ്, CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, CPI ജനറൽ സെക്രട്ടറി D രാജ, CPIML മേധാവി ദിബങ്കർ ഭട്ടാചാര്യ എന്നിവരും ജൻവിശ്വാസ് റാലിയിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. വമ്പിച്ച പൊതുറാലിക്ക് ശേഷമാണ് നേതാക്കൾ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. അതേസമയം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി പ്രകടനമായിരുന്നു ജൻവിശ്വാസ് മഹാറാലി. ബീഹാറിൽ BJP വിരുദ്ധ സഖ്യത്തിന്റെ കരുത്ത് വിളിച്ചോതുന്നതായിരുന്നു ഈ റാലി. RJD സംഘടിപ്പിച്ച ജൻവിശ്വാസ് മഹാറാലിയിൽ പങ്കെടുക്കാൻ വൻ ജനാവലിയാണ് ഒഴുകിയെത്തിയത്. ബീഹാറിൽ നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ വഞ്ചനയ്ക്കെതിരെയും നരേന്ദ്രമോദി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളും തുറന്നുകാട്ടി ജൻവിശ്വാസ് യാത്രയുടെ സമാപന സമ്മേളനം പ്രതിപക്ഷ സഖ്യത്തിന്റെ കരുത്ത് തെളിയിക്കുന്നതായി മാറി. നിതീഷ് കുമാർ മുന്നണി വിട്ടതിന് ശേഷം ഫെബ്രുവരി 20-നാണ് RJD ജൻവിശ്വാസ് റാലി ആരംഭിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ സഖ്യത്തിന്റെ ഐക്യവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്ന മഹാറാലിക്കാണ് പട്ന വേദിയായത്.